ഇവരാണ് നിയാണ്ടർത്തൽ മനുഷ്യർ. 4 വർഷത്തിലധികം കാലം യുറേഷ്യൻ റീജിയനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്ത് പോയിരുന്ന ഒരു മനുഷ്യവർഗമായിരുന്നു നിയാണ്ടർത്തൽ മനുഷ്യർ. അതേസമയം തന്നെ പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതത്തില് നമ്മുടെ ഹോമോസാപ്പിയൻസിന്റെ യൂറോപ്പിലോട്ടുള്ള വരവോടുകൂടി പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ കാലയളവിൽ, അതായത് ഒരു 5000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിയാണ്ടർത്തൽ മനുഷ്യര് ഭൂമിയിൽ നിന്ന് കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണ്. ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ ഹാർഷ് ക്ലൈമറ്റില് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്ത് പോവുമായിരുന്നു ഈ നിയാണ്ടർത്തൽ മനുഷ്യര്. അതും 4 ലക്ഷം വർഷത്തോളം കാലം അവര് ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് കൂടെ, അവരെന്ന് പറയുമ്പോൾ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു 50 ആൾക്കാരോ അല്ലെങ്കിൽ 100 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഗ്രൂപ്പായിട്ട്. അത്രയും ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂടി, അത്രയും ചെറിയ ഗ്രൂപ്പില് ഇൻബ്രീഡിങ്ങും ഉണ്ടായിട്ട് കൂടി അവര് അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, ആ മീറ്റിംഗ് നടന്നിട്ട് ഒത്തിരി ഡിലീറ്റീരിയസ് മ്യൂട്ടേഷൻസും അവരുടെ DNA-യിലുണ്ട്. എന്നിട്ട് കൂടി അവര് 4 ലക്ഷം വർഷം സർവൈവ് ചെയ്ത് വന്നിട്ട് അവസാനം ഹോമോസാപ്പിയൻസിന്റെ വരവോടുകൂടി എല്ലാം തകിടം മറിയാണ്. അവിടെ കോമ്പറ്റീഷൻ വരുന്നു, എക്കോളജിക്കൽ നിഷിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വരികയാണ്. സെയിം പാറ്റേൺ ഓഫ് സർവൈവൽ, രണ്ടുപേർക്കും സെയിം പാറ്റേൺ ആണ്. ഭക്ഷണം കണ്ടെത്തുന്നതിനാണെങ്കിലും താമസ സ്ഥലം കണ്ടെത്തുന്നതിനാണെങ്കിലും എല്ലാം ഒരു കോമ്പറ്റീഷൻ വരുവാണ് അവിടെ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്റർ ബ്രീഡിങ് നടക്കുന്നു. എങ്കിലും അവരുടെ ഒരു പോർഷൻ, അവരുടെ 1 to 2% DNA ഇപ്പോഴും നമ്മുടെയൊക്കെ ശരീരത്തിൽ, നമ്മുടെയൊക്കെ DNA-യിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, സീക്രട്സ് ഓഫ് നിയാണ്ടർത്താൽ. അപ്പോൾ അത് കണ്ടാൽ മതി.